കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു നാട്ടിൻപുറം. അവിടെ ഏക്കർ കണക്കോളം വരുന്ന ഭൂമിക്ക് നടുവിലായി വലിയൊരു ഇല്ലം. ഇല്ലത്തിന് ചുറ്റിലും റബ്ബറും കവുങ്ങും വാഴയും ഇഞ്ചിയും കുരുമുളകും ഒക്കെയായി നിറയെ കൃഷിയാണ്. ആ നാട്ടിലെ തന്നെ പേര് കേട്ട തറവാടാണ് തെക്കേടത്ത് ഇല്ലം. പാരമ്പര്യമായി ഒരുപാട് സ്വത്തുള്ളവരാണ് തെക്കേടത്തുകാർ. അവിടെ ഇന്ന് ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ചെറുപ്പക്കാരനും സുന്ദരനുമായ യുവ ഡോക്ടർ വിഷ്ണുവാണ് തെക്കേടത്ത് ഇല്ലത്തെ പെൺകുട്ടിയെ കാണാൻ വരുന്നത്. വിഷ്ണുവിന്റെ വീട് പാലക്കാടാണ്. ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് ഏകദേശം 3 മാസം ആയിട്ടേ ഉള്ളൂ. ഇല്ലത്തേക്ക് പോകുന്ന വഴിയിലുള്ള വീട്ടിലാണ് വിഷ്ണുവിന്റെ താമസം. അവന്റെ വീടിനു മുൻപിലുള്ള റോഡിലൂടെയാണ് തെക്കേടത്തെ കുട്ടി സ്ഥിരമായി ക്ലാസ് കഴിഞ്ഞു പോകാറുള്ളത്. അങ്ങനെ കണ്ടു തോന്നിയ ഒരിഷ്ടമാണ് ഇന്നത്തെ പെണ്ണുകാണലിൽ എത്തി നിൽക്കുന്നത്. അതുവരെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളായിരുന്നു വിഷ്ണു. പക്ഷേ എന്തോ അവളെ കണ്ടപ്പോൾ ഒരു കൂട്ട് വേണമെന്ന മോഹം അവന്റെ ഉള്ളിൽ പൂവിട്ടു തുടങ്ങി. അങ്ങനെ അവളെക്കുറിച്ച് അറിയാനായി അവന്റെ വീട്ടിൽ സഹായത്തിന് വരുന്ന വാസുവേട്ടനോട് അന്വേഷിച്ചപ്പോൾ തെക്കേടത്ത് വീട്ടിലെ കുട്ടിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. വാസുവേട്ടൻ ആ കാര്യം ബ്രോക്കർ ദാമോദരനെ അറിയിച്ചു. അയാൾ വഴി തെക്കേടത്തും അറിഞ്ഞു. സുന്ദരനും തറവാടിയുമായ ഒരു ഡോക്ടർക്ക് അവരുടെ കുട്ടിയോട് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തെക്കേടത്തുകാർക്കും എതിർപ്പൊന്നും തോന്നിയില്ല. വിഷ്ണുവും പാരമ്പര്യമായി പേരുകേട്ട വലിയ തറവാട്ടിലെ സന്തതി തന്നെയാണ്. പോരാത്തതിന് ലണ്ടനിൽ നിന്ന് MBBSഉം ഹൗസ് സർജൻസിയും കഴിഞ്ഞു വന്ന പേരുകേട്ട ഡോക്ടറും. അതുകൊണ്ട് തന്നെ ഇല്ലത്തുള്ളവർ വിഷ്ണുവിനോട് വന്ന് പെണ്ണു കണ്ടുകൊള്ളാൻ സമ്മതം മൂളി. അന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു. പിറ്റേ ദിവസം വിഷ്ണുവിന് നാട്ടിൽ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതിനു മുൻപേ ഒന്ന് കണ്ടിട്ട് പോകാമെന്നു കരുതിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ ചെന്നത്. വിഷ്ണുവിന്റെ ഇന്നോവ കാർ തെക്കേടത്ത് ഇല്ലത്തിനു മുന്നിൽ വന്നു നിന്നു. വെള്ള ഷർട്ടും കരിഞ്ഞ നീല ജീൻസും ധരിച്ചുകൊണ്ട് വിഷ്ണു കാറിൽ നിന്നിറങ്ങി. ഒപ്പം ബ്രോക്കർ ദാമോദരനും. ഇല്ലത്തെ മുറ്റത്ത് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അവന് മനസ്സിലാകെ ഒരു സുഖമുള്ള അനുഭൂതി തോന്നി. അവനപ്പോൾ നാട്ടിലെ അവന്റെ ഇല്ലം ഓർമ്മ വന്നു. ഇത്രത്തോളം വലിപ്പമൊന്നുമില്ലെങ്കിലും ഏകദേശം വലിയ ഇല്ലം തന്നെയാണ് അവന്റേതും. കൂടാതെ അവനിപ്പോൾ അവിടെ നിന്ന് മാറി ടൗണിലായി പുതിയൊരു വീട് പണിയുന്നുമുണ്ട്. കുറെ കാലമായി ലണ്ടനിലും ഹോസ്പിറ്റലിലുമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇല്ലത്ത് താമസിക്കാൻ അവനിപ്പോൾ വല്ലാത്തൊരിഷ്ടം തോന്നാറുണ്ട്. പക്ഷേ ജോലിയുടെ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന് കഴിയാറില്ല. എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ അവൻ അവന്റെ ഇല്ലത്ത് പോയി താമസിച്ചു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പാരമ്പര്യവും പഴക്കവും തോന്നിക്കുന്ന തെക്കേടത്ത് ഇല്ലത്തിന്റെ മുറ്റത്തെത്തിയപ്പോൾ അവനാകെ ഒരു സുഖം അനുഭവപ്പെടുന്ന പോലെ തോന്നി. അവൻ ആ പടുകൂറ്റൻ ഇല്ലത്തെ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു നോക്കി. അപ്പോഴേക്കും വിഷ്ണു കാറിൽ വന്നിറങ്ങിയത് കണ്ടുകൊണ്ട് അവനെ സ്വീകരിക്കാനായി ഇല്ലത്തുള്ളവർ ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. മുരളീധരൻ നമ്പൂതിരിയും ഭാര്യയുമായിരുന്നു അത്. അവർ ചിരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് വേഗത്തിൽ വന്നു. അവനെ കണ്ടപ്പോൾ തന്നെ നമ്പൂതിരിയുടെയും ഭാര്യയുടെയും മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. കാണാൻ അത്രയ്ക്ക് സുന്ദരനായിരുന്നു വിഷ്ണു. അവരവനെയും ബ്രോക്കറെയും സ്വീകരിച്ച് അകത്തേക്കിരുത്തി. അപ്പോഴാണ് അവിടെ ചന്ദനക്കളർ മുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് കസേരയിലിരിക്കുന്ന പ്രായമായ ഒരാളെ വിഷ്ണു കണ്ടത്. കുട്ടിയുടെ മുത്തശ്ശനാ, ഇവിടുത്തെ കാരണവരാ. ബ്രോക്കർ ദാമോദരൻ വിഷ്ണുവിന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. വിഷ്ണു അപ്പോൾ അദ്ദേഹത്തിന് നേരെ ഒന്ന് കൈകൂപ്പി. "ഇങ്ങോട്ട് ഇരിക്കുക കുട്ടിയെ," മുത്തശ്ശൻ വിഷ്ണുവിനോട് സ്നേഹത്തോടെ പറഞ്ഞു. വിഷ്ണുവും ബ്രോക്കറും അപ്പോൾ അവിടെ ഇരുന്നു. ഡോക്ടർക്ക് ഇവിടുത്തെ കുട്ടിയെ കണ്ട് വല്ലാതെ ഇഷ്ടമായിരിക്കുന്നു. അങ്ങനെയാ കാര്യസ്ഥൻ വാസു വഴി എന്നോട് തിരക്കിയത്. കാര്യം അറിഞ്ഞപ്പോൾ ഒന്ന് കൂട്ടിക്കൊണ്ടു വരാമെന്ന് കരുതി. ഡോക്ടറുടെ നാടങ്ങ് പാലക്കാടാ. ഇന്ന് നിങ്ങളൊക്കെയായി ഒന്ന് സംസാരിച്ച ശേഷം ഡോക്ടർ നാട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മയെയും കാരണവന്മാരെയും ഒക്കെ കൂട്ടിയിട്ട് വീണ്ടും വരും. ബ്രോക്കർ ദാമോദരൻ അവരോട് പറഞ്ഞു. "ആയിക്കോട്ടെ, അതിനെന്താ, നല്ല കാര്യമല്ലേ. ഇപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പോട്ടെ. എന്നിട്ട് പിന്നെ അച്ഛനെയും അമ്മയെയും ഒക്കെ കൂട്ടി വന്ന് കാണുകയും ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാലോ," മുത്തശ്ശൻ പറഞ്ഞു. "അതെ, അങ്ങനെ ചെയ്യാ അല്ലേ വിഷ്ണു?" ബ്രോക്കർ വിഷ്ണുവിനെ നോക്കി. വിഷ്ണു അപ്പോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. "എൻ്റെ മൂത്ത മോനാ ഇവൻ, മുരളീധരൻ നമ്പൂതിരി. ഇവന്റെ ഒരേ ഒരു മോളാണ് നിങ്ങളിപ്പോൾ കാണാൻ വന്ന ശ്രീവിദ്യ, ഞങ്ങളുടെ ശ്രീകുട്ടി. ഇവനെ കൂടാതെ എനിക്ക് 3 പെൺകുട്ടികൾ കൂടെയുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുട്ടികളും ഒക്കെയായി കഴിയുന്നു. എല്ലാവരെയും ഇവിടെ അടുത്തേക്ക് തന്നെയാ കെട്ടിച്ചയച്ചത്. തറവാട്ടിലിപ്പോൾ ഇവനും ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കാണാൻ വന്ന ശ്രീകുട്ടിയും," മുത്തശ്ശൻ പറഞ്ഞു. "അല്ല, ഡോക്ടർക്ക് ഈ നാടൊക്കെ ഇഷ്ടായോ?" മുത്തശ്ശൻ വിഷ്ണുവിനോട് ചോദിച്ചു. "ഇഷ്ടമായി, നല്ല സ്ഥലം," വിഷ്ണു പറഞ്ഞു. "എങ്ങനെയാ പാലക്കാട്ടുനിന്ന് ഇവിടെ എത്തിപ്പെട്ടത്?"
പെൺകുട്ടിയുടെ അച്ഛൻ മുരളീധരൻ നമ്പൂതിരി അപ്പോൾ വിഷ്ണുവിനോട് ചോദിച്ചു. എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവൻ്റെ റെക്കമെൻഡേഷനിൽ വന്നതാ. അധികം താമസിക്കാതെ നാട്ടിലേക്ക് തന്നെ ഷിഫ്റ്റ് ആവും, വിഷ്ണു പറഞ്ഞു. അതിനെന്താ കുഴപ്പം? ഇപ്പോൾ ദൂരമൊക്കെ ആരാ നോക്കുന്നത്? നല്ല ബന്ധമാണെങ്കിൽ എങ്ങോട്ടേക്കാണെങ്കിലും അവളെ അയക്കുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനുമൊക്കെ ഒത്തുവരണമെന്ന് മാത്രം. പിന്നെ മോന് അവളെ കണ്ട ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ബാക്കി നോക്കാലോ. ഞങ്ങൾ എന്തായാലും കുട്ടിയെ വിളിക്കാം. മുരളി, മോളെ വിളിക്കി, മുത്തശ്ശൻ അപ്പോൾ മോനോട് പറഞ്ഞു. മുരളി വേഗത്തിൽ അകത്തു ചെന്നു ചായ എടുക്കാൻ പറഞ്ഞ ശേഷം തിരികെ വന്നു. മുരളിയുടെ ഭാര്യ ദേവിക്കൊപ്പം മകൾ ശ്രീവിദ്യയും അപ്പോൾ ചായയും പലഹാരങ്ങളുമായി അങ്ങോട്ട് വന്നു. ശ്രീവിദ്യ കാണാൻ അല്പം മോഡേൺ ആണെങ്കിലും ശ്രീത്വം തുളുമ്പുന്ന മുഖം. ആരും കണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്ദരി കുട്ടി തന്നെ. ട്രേയിൽ ചായയുമായി ശ്രീവിദ്യ മുന്നിലും പിറകിൽ പലഹാരങ്ങളുമായി അമ്മ ദേവിയുമാണ് വന്നത്. വിഷ്ണു അപ്പോൾ നേർത്തൊരു പുഞ്ചിരിയോടെ തന്നെ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. എന്നാൽ പെട്ടെന്ന് അവളെ കണ്ടതും വിഷ്ണുവിൻ്റെ മുഖമൊന്ന് മാറി. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും പുഞ്ചിരിയുമെല്ലാം പോയി അവൻ്റെ മുഖത്ത് ആകെ ഒരു സംശയം പടർന്നു. അവൻ കാണാൻ വന്ന കുട്ടിയല്ലായിരുന്നു അത്. ശ്രീവിദ്യ അവന് നേരെ ചായ ഗ്ലാസ് നീട്ടി. അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ഗ്ലാസ് വാങ്ങി. അവൻ്റെ മുഖത്ത് ഒരു സംശയഭാവമായിരുന്നു. ബ്രോക്കറും അവിടുള്ളവരുമായിട്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടിക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ മോളാണെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും വിഷ്ണു സംശയം തീർക്കാനായി ഒന്നുകൂടെ ചോദിച്ചു. ഏയ് ഇല്ല, ഒറ്റ മോളാ. എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ, പെൺകുട്ടിയുടെ അച്ഛൻ മുരളി സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ താൻ കണ്ട ആള് ഇവിടുത്തെയല്ലേ? അവളുടെ വീട് അപ്പോൾ എവിടെയായിരിക്കും? ഇവിടുള്ള കുട്ടിയാണെന്നാണല്ലോ വാസുവേട്ടൻ പറഞ്ഞത്. വിഷ്ണുവിന് ആകെ കൺഫ്യൂഷനായി. എന്തായാലും കാണാൻ വന്ന പെണ്ണ് മാറിപ്പോയി എന്ന് അവിടെ വെച്ച് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വിഷ്ണു അവരോട് ഒന്നും പറയാൻ നിൽക്കാതെ മുഖത്തൊരു ചിരി വരുത്തി ചായ കുടിച്ചു തീർത്തു. എങ്കിലും അവൻ്റെ ഉത്സാഹമെല്ലാം കെട്ടടങ്ങിയിരുന്നു. ശേഷം കസേരയിൽ നിന്ന് എണീറ്റു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ചായ കുടിച്ചു കഴിഞ്ഞ ശേഷം അവൻ പരിഭവമൊന്നും കാണിക്കാതെ തന്നെ പറഞ്ഞു. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. ബ്രോക്കർ ദാമോദരൻ കയ്യിൽ കുറച്ച് മിക്സ്ചർ എടുത്തുകൊണ്ട് സന്തോഷത്തിൽ പറഞ്ഞു. വിഷ്ണു അപ്പോൾ എല്ലാവരോടുമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് മുത്തശ്ശൻ്റെ മുൻപിൽ ഒന്നുകൂടെ കൈകൂപ്പിക്കൊണ്ട് അവിടെ നിന്നിറങ്ങി. പിറകെ മിക്സ്ചർ വായിലിട്ടുകൊണ്ട് ദാമോദരനും. അവൻ്റെ കാർ ഇല്ലത്തിൻ്റെ ഗേറ്റ് കടന്നു പോകുവോളം അവരെല്ലാവരും പടിക്കൽ അവനെ തന്നെ നോക്കി നിന്നു. നല്ല പയ്യൻ, കാണാൻ എന്തൊരു സുന്ദരനാ. എനിക്ക് നന്നായി ബോധിച്ചിരിക്കുന്നു. പിന്നെ ഡോക്ടർ കൂടിയാണല്ലോ. ശ്രീകുട്ടിക്ക് അവനെ കിട്ടാന്ന് വെച്ചാൽ നല്ല കാര്യമാകും, തീർച്ച, ദേവി സന്തോഷം കൊണ്ട് പറഞ്ഞു. അങ്ങനെ ചന്തം കണ്ടു മാത്രം ഉറപ്പിക്കേണ്ട. പയ്യൻ്റെ വീട്ടുകാരൊക്കെ വന്നു കണ്ടിട്ട് പോട്ടെ. പാലക്കാട് നമുക്ക് ബന്ധുക്കൾക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ. നമുക്ക് അവരെക്കുറിച്ചും നന്നായി അന്വേഷിക്കാം, മുത്തച്ഛൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാം. മോൾക്ക് ഇഷ്ടമായോ അവനെ? മുരളി മോളോട് ചോദിച്ചു. അവൾക്ക് വിഷ്ണുവിനെ നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവളൊന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അതേസമയം കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടു പോകുമ്പോഴും വിഷ്ണുവിൻ്റെ മനസ്സിലെ സംശയം മാറിയിട്ടില്ലായിരുന്നു. ഇതിപ്പോ ഏതാ ഈ കുട്ടി? താൻ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം ആലോചിക്കാൻ പറഞ്ഞ പെൺകുട്ടി ഇതല്ലാലോ. കാര്യസ്ഥൻ വാസുവേട്ടനോട് ചോദിച്ചപ്പോൾ അവൾ ഇവിടുത്തെ കുട്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ കാണാൻ വന്നപ്പോൾ എങ്ങനെ ആളുമാറി? ഇല്ലത്ത് ആണെങ്കിൽ വേറെ പെൺകുട്ടികൾ ഇല്ല താനും. ഡ്രൈവിങ്ങിനിടയിലും അവൻ്റെ ചിന്ത അതായിരുന്നു. നല്ല കൂട്ടരാ ഡോക്ടറെ, ഇവിടുത്തെ പേര് കേട്ട തറവാട്ടുകാരാ. അല്ലെങ്കിലും ഡോക്ടറും മോശമല്ലല്ലോ. ഡോക്ടർ നാട്ടിൽ പോയി വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂട്ടി ഇങ്ങ് പോര്. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം, ദാമോദരൻ കാറിൻ്റെ മുൻസീറ്റിൽ ഇരുന്നു കൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു അപ്പോൾ നെൽപ്പാടത്തിനരികിലായി അവൻ്റെ കാർ സൈഡ് ചേർത്ത് നിർത്തി. എന്താ ഡോക്ടറെ വണ്ടി നിർത്തിയത്? ദാമോദരൻ അവനോട് ചോദിച്ചു. അയാളോട് എങ്ങനെ കാര്യം പറയണമെന്ന് വിഷ്ണുവിന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരു നിമിഷം ഒന്നും പറയാതെ ഒന്ന് പരുങ്ങി. പിന്നെ ദാമോദരനോട് ചോദിച്ചു. ദാമോദരേട്ടാ, ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഞാൻ ഉദ്ദേശിച്ച പെൺകുട്ടി ഇതായിരുന്നില്ല. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് മറ്റൊരു പെൺകുട്ടിയെ ആയിരുന്നു. ഇപ്പോൾ കണ്ട കുട്ടിയെ ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത് പോലും. ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇല്ലത്തെ കുട്ടിയാണെന്നാണ് വാസുവേട്ടൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. ഇനി അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആവുമോ അത്? അതോ ഇനി വാസുവേട്ടന് തെറ്റിയോ? വിഷ്ണു ചോദിച്ചു. അപ്പോൾ ഡോക്ടർ വിചാരിച്ച പെണ്ണ് ഇതല്ലേ?
ദാമോദരൻ ഒന്ന് ഷോക്കായ പോലെ വിഷ്ണുവിനെ നോക്കി. അല്ല, എവിടെയോ എന്തോ തെറ്റുപറ്റി, വിഷ്ണു പറഞ്ഞു. എന്നാലേ വാസുവിന് ആൾ മാറിപ്പോയതായിരിക്കും. അവർക്ക് ഈ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ. ഇനി മുരളിയുടെ പെങ്ങളുടെ മക്കളെ വല്ലവരെയുമാണ് ഡോക്ടർ കണ്ടതെങ്കിൽ അതുങ്ങളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞതാ. ദാമോദരൻ ചുണ്ടു കൂർപ്പിച്ചു. എനിക്കറിയില്ല ദാമോദരേട്ടാ, ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട കുട്ടി വേറെയാണ്. ഇന്ന് ഈ കുട്ടി ചായയുമായി വന്നപ്പോഴാണ് എനിക്ക് ആളു മാറിയെന്ന് മനസ്സിലായത്. പിന്നെ അത് അവിടെ വെച്ച് പറയുന്നത് മോശമല്ലേ? അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണ്ടേ? അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത്, വിഷ്ണു പറഞ്ഞു. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ കുട്ടി ഏതായിരിക്കും? ഷെടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ദാമോദരൻ വിഷ്ണുവിനെയും വിഷ്ണു ദാമോദരനെയും മാറി മാറി നോക്കി. അറിയില്ല, ദാമോദരേട്ടൻ അവരോട് എന്തെങ്കിലും കാരണം പറഞ്ഞു മെല്ലെ അങ്ങ് ഒഴിഞ്ഞേക്കണം. നമ്മളൊന്ന് കാണാൻ ചെന്നു എന്ന് കരുതി പ്രശ്നമില്ലല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല ദാമോദരേട്ടാ. ഇന്ന് കണ്ട കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല, നല്ല കുട്ടിയാ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിൽ വന്ന ശേഷം ഹൃദയത്തിൽ പതിഞ്ഞു പോയ ഒരു മുഖമുണ്ട്. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. എങ്കിലും അവളാണെന്ന് കരുതിയ ഞാൻ ഇത്ര തിരക്കിട്ട് കാണാൻ വന്നത്, വിഷ്ണു പറഞ്ഞു. സാരമില്ല ഡോക്ടറെ, ഡോക്ടർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അവിടുള്ളവരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞോളാം. ജാതകം നോക്കണമെന്നോ മറ്റോ പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും ഡോക്ടർ പറയുന്ന കുട്ടിയെ എങ്ങനെ കണ്ടുപിടിക്കും? ദാമോദരൻ വിഷ്ണുവിനെ നോക്കി. അറിയില്ല, നോക്കട്ടെ, ഇനിയും കാണുമായിരിക്കും. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് ദാമോദരനെ നോക്കി ഒന്ന് ചിരിച്ച് വീണ്ടും കാർ സ്റ്റാർട്ടാക്കി. കാർ കുറച്ച് മുൻപോട്ട് പോയതും അവൻ പെട്ടെന്ന് കാർ ബ്രേക്കിട്ടു നിർത്തി. അപ്പോഴാണ് അവൻ്റെ കാറിന് മുൻപിലായി പാടത്തിന് സൈഡിലുള്ള റോഡിലൂടെ നടന്നു വരുന്ന അവളെ അവൻ കണ്ടത്. അതെ, അവൻ കണ്ട് ഇഷ്ടപ്പെട്ട് പെണ്ണു കാണാൻ അന്വേഷിച്ചിറങ്ങിയ പെൺകുട്ടി. എന്താ ഡോക്ടറെ? വിഷ്ണു വീണ്ടും കാർ നിർത്തിയപ്പോൾ ദാമോദരൻ ചോദിച്ചു. അതാ ദാമോദരേട്ടാ, ഞാൻ പറഞ്ഞ കുട്ടി അതാ. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ മുൻപിലേക്ക് കൈ ചൂണ്ടി. ദാമോദരൻ അപ്പോൾ മുൻപിലേക്ക് നോക്കി. വിഷ്ണുവും നോക്കി. നീല ചുരിദാറും ലൈറ്റ് കളർ പാൻസും തോളിൽ ഒരു ബാഗുമൊക്കെയായി നടന്നു വരുന്ന അവളെ കണ്ടപ്പോൾ മുൻപ് കണ്ടിട്ടുള്ളതിനേക്കാൾ ഭംഗി വിഷ്ണുവിന് തോന്നി. പറഞ്ഞു തീരുന്നതിനു മുന്നേ തന്നെ അവളെ കാണാൻ കഴിഞ്ഞതോർത്തപ്പോൾ വിഷ്ണുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. ആ കുട്ടിയാ, വിഷ്ണു ചിരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞു. ദാമോദരൻ അപ്പോൾ ഒന്നുകൂടെ അവളെ തന്നെ നോക്കി. അവൾ കാറിൻ്റെ അടുത്തേക്ക് എത്തിയതും ദാമോദരൻ്റെ മുഖമൊന്ന് വല്ലാതെയായി. വിഷ്ണു ആണെങ്കിൽ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ പതിയെ നടന്ന് അവൻ്റെ കാർ കടന്നുപോയി. വിഷ്ണു അപ്പോൾ കാറിൻ്റെ ഡോറിലൂടെ പുറത്തേക്ക് തലയിട്ട് അവളെ ഒന്നുകൂടി നോക്കി. ഇവൾ തന്നെയാണോ ഡോക്ടർ പറഞ്ഞ കുട്ടി? അവൾ പോയി കഴിഞ്ഞപ്പോൾ ദാമോദരൻ വിഷ്ണുവിനോട് ചോദിച്ചു. അതെ, ഇവളാണ്. ദാമോദരേട്ടൻ അറിയുന്ന കുട്ടിയാണോ? വിഷ്ണു അയാളെ നോക്കി. എൻ്റെ ഡോക്ടറെ, ഇവള് തെക്കേടത്ത് ഇല്ലത്തുള്ളതാണെന്ന് ഡോക്ടർ കേട്ടത് ശരി തന്നെയാണ്. പക്ഷേ അവിടുത്തെ സന്തതി ഒന്നുമല്ല, അവിടുത്തെ വേലക്കാരിയാ. ദാമോദരൻ അത് പറഞ്ഞതും വിഷ്ണു പെട്ടെന്ന് ഒന്ന് ഞെട്ടി. എന്ത് വേലക്കാരിയോ? ഈ കുട്ടിയോ? വിഷ്ണു അത്ഭുതത്തോടെ ചോദിച്ചു. അതെ ഡോക്ടറെ, പണ്ട് ഇവളുടെ തള്ള അവിടുത്തെ അടുക്കളക്കാരിയായിരുന്നു. അവൾക്ക് ഏതോ വകയിൽ ഉണ്ടായിപ്പോയതാ ഈ പോയവൾ. ഇനി ഇല്ലത്തുള്ളവരുടെ ആണോ പുറത്തു വല്ലവരുടെ ആണോ എന്ന് ആർക്കും നിശ്ചയമില്ല. ഇന്ന് നമ്മൾ കണ്ട വയസ്സൻ കാരണവരില്ലേ, അയാളുടെ കാരുണ്യം കൊണ്ടാ ഇവൾ അവിടെ നിന്നു പോകുന്നത് തന്നെ. ബാക്കി മക്കൾക്കെല്ലാം എന്നോ ഇവളെ അടിച്ചു പുറത്താക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങേർക്ക് ജീവനുള്ളിടത്തോളം അതിനു സമ്മതിക്കില്ലെന്ന് പറഞ്ഞു എതിർത്തിട്ടാ ഇതവിടെ നിന്നു പോകുന്നത്. അയാളാ ഇതിനെ കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നതൊക്കെ. ദാമോദരൻ പറയുന്നതൊക്കെ കേട്ട് വിഷ്ണു ആകെ ഷോക്കായി ഇരിക്കുകയായിരുന്നു. ഇത്രയും നല്ലൊരു കുട്ടി വേലക്കാരിയാണെന്ന് പറഞ്ഞാൽ? വിഷ്ണു ഒരു ചോദ്യഭാവത്തോടെ ദാമോദരനെ നോക്കി. ആ, കാണാനൊക്കെ ഒരു ചന്തമുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ഇനി ഇല്ലത്തുള്ളവരുടേതോ അവരുടെ സ്വന്തക്കാരുടേതോ വല്ലതുമാണോ എന്ന് ആർക്കും ഉറപ്പില്ല. കാണുമ്പോൾ ഒരു തറവാട്ടുകാരിയുടെ മെനയാ അവൾക്ക്. പക്ഷേ തന്തയില്ലാത്തവളാ, ദാമോദരൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിഷ്ണുവിന് ആകെ എന്തോ പോലെയായി. ദാമോദരേട്ടാ, സ്റ്റോപ്പ്, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കൂ. തന്തയില്ലാത്തവൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരുമാതിരി മോശപ്പെട്ട സംസാരമായി പോയി. ആ കുട്ടിക്ക് അച്ഛനില്ലെങ്കിൽ അത് മാന്യമായിട്ട് പറഞ്ഞാൽ പോരെ? വിഷ്ണു ദാമോദരനോട് അല്പം ചൂടായ പോലെ പറഞ്ഞു. അത് ഡോക്ടറെ, ഞാൻ അറിയാതെ. വിഷ്ണുവിന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ദാമോദരൻ ഒരു ചമ്മലോടെ അയാളുടെ തല ചൊറിഞ്ഞു. ആ കുട്ടിയുടെ അമ്മ എവിടെ അപ്പോൾ? അതായിരുന്നു വിഷ്ണുവിൻ്റെ അടുത്ത ചോദ്യം. അവൾ ഈ കൊച്ചിന് 4-5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി.
ഒരു തന്തയില്ലാത്ത കൊച്ചിനെ വളർത്തേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഡോക്ടർക്ക് ആലോചിച്ചാൽ അറിയാലോ. നാട്ടുകാരുടെ പഴിയും കുറ്റപ്പെടുത്തലുമൊക്കെ കേട്ട് കേട്ട് ഒടുക്കം മനസ്സ് മടുത്തിട്ടായിരിക്കണം അവൾ ആത്മഹത്യ ചെയ്തു. പിന്നെ ഇല്ലത്തെ അടുക്കളയിലും ചായ്പിലുമൊക്കെയായി ഇവളങ്ങ് വളർന്നു. കാരണവർക്ക് ഇവളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം കോളേജിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ അതിനു മേലെയുള്ള ഏതോ പഠിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഏതെങ്കിലും ആലോചന വന്നാൽ കാരണവർ ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ മതി. പക്ഷെ ഈ നാട്ടിൽ നിന്ന് ഇതിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ? അവളുടെ അമ്മയുടെ ചീത്ത സ്വഭാവം അവൾക്കും കാണുമെന്ന് കരുതി ആർക്കും വലിയ താല്പര്യം കാണില്ല. ദാമോദരൻ പറഞ്ഞു. വിഷ്ണു ഒരു നിമിഷം അയാളെ ഒന്ന് നോക്കി. പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല. ശേഷം അവൻ കാർ സ്റ്റാർട്ടാക്കി. എന്നാലും ഡോക്ടർക്ക് ഇത്ര കൃത്യമായി ആർക്കും വേണ്ടാത്ത ഇവളെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാ ഞാൻ നോക്കുന്നത്. ഞാൻ പറയുന്നത് കൊണ്ട് ഡോക്ടർക്ക് ഒന്നും തോന്നരുത്. ഡോക്ടർക്ക് പറ്റിയ കുട്ടിയൊന്നുമല്ല കേട്ടോ അവള്. ഡോക്ടർക്കൊക്കെ നല്ല തറവാട്ടിൽ പിറന്ന അന്തസ്സുള്ള കുട്ടികളെ കിട്ടും. നമ്മൾ ഇന്ന് കണ്ടിട്ട് വരുന്ന ഇല്ലത്തെ കൊച്ച് ഡോക്ടറുമായി നല്ല ചേർച്ചയാ. ദാമോദരൻ പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് പറയുകയാ. വെറുതെ ഇങ്ങനത്തെ ഓരോ കെണിയിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കേണ്ട. ദാമോദരൻ വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു മറുപടി ഒന്നും പറയാതെ ഒന്ന് തലയാട്ടി. ശേഷം ദാമോദരനെ അയാളുടെ വീട്ടുപടിക്കൽ കൊണ്ട് ഇറക്കി വിട്ടു. അയാൾ കാറിൽ നിന്നിറങ്ങി. വിഷ്ണു അവൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദാമോദരൻ ആ പൈസ വാങ്ങി. അപ്പോ എങ്ങനെയാ ഡോക്ടറെ, ഇല്ലത്തെ കുട്ടിയുടെ കാര്യം തന്നെ നോക്കുന്നോ? ദാമോദരൻ വിഷ്ണുവിനോട് ചോദിച്ചു. വേണ്ട, ദാമോദരേട്ടൻ അവരോട് എന്തെങ്കിലും പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞേക്കൂ. അവരെ മുഷിപ്പിക്കാത്ത രീതിയിൽ പറയണം. അതായിക്കോട്ടെ. അല്ല ഡോക്ടർ, ഇനി വേറെ കല്യാണം നോക്കുന്നുണ്ടെങ്കിൽ ബ്രോക്കർ പണി എനിക്ക് തന്നെ തരണേ, ദാമോദരൻ വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു ഒന്ന് തലയാട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി, പോട്ടെ. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് അധികം നേരം നിൽക്കാതെ കാർ വേഗം മുന്നോട്ടെടുത്തു. കാറിൽ വരുമ്പോഴും ഇരുന്നുകൊണ്ടും വീടെത്തിയ ശേഷവുമെല്ലാം വിഷ്ണുവിൻ്റെ മനസ്സിൽ അവളുടെ മുഖം തന്നെയായിരുന്നു. ലണ്ടനിലൊക്കെ പോയി പഠിച്ചു വന്നവനാണ്. പക്ഷെ ഇതുവരെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ ആരും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ വന്നു ഏതോ ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നി. ഇപ്പോൾ അവളുടെ കാര്യങ്ങളും സാഹചര്യങ്ങളുമെല്ലാം അറിയാനും സാധിച്ചു. ബ്രോക്കർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഷ്ണു ഓർത്തുകൊണ്ടിരുന്നു. അവളുടെ അമ്മയുടെ കാര്യങ്ങളടക്കം അവൻ്റെ മനസ്സിലേക്ക് വന്നു. എങ്കിലും ആദ്യം കണ്ടപ്പോൾ തോന്നിയ ആ ഒരു ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്ന് അവനറിയാമായിരുന്നു. അതിലൊരു ശതമാനമെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എങ്ങനെയാ അവളെ ഒന്ന് നേരിൽ പരിചയപ്പെടുക? വിഷ്ണു രാത്രിയാവോളം ആലോചിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ അവന് ഹോസ്പിറ്റലിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയോടെ അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. ചെറിയ ക്ഷീണം തോന്നിയത് കാരണം ഭക്ഷണം കഴിച്ചൊന്ന് കിടന്നു. നല്ല ഒരു മയക്കം കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റത്. എണീറ്റയുടൻ അവൻ ഫോണിൽ സമയം നോക്കി. അവൾ വരാനുള്ള സമയം ഏകദേശം ആയതുകൊണ്ട് തന്നെ അവൻ കാറെടുത്ത് പോയി പാടത്തിനരികത്തെ റോഡിൽ കാർ സൈഡാക്കി അവളെയും കാത്തിരുന്നു. പതിവിലും കുറച്ച് വൈകിയാണ് അന്ന് അവൾ വന്നത്. റോഡിലൂടെ നടന്നു വരുന്ന അവളെ വിഷ്ണു കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. ഒന്നും സംസാരിക്കാൻ പോയില്ലെങ്കിലും കാറിൽ ഇരുന്നു കൊണ്ട് അവൻ അവളെ കണ്ണു നിറയെ കണ്ടു. ആരോടും ഒന്നും പറയാതെ തല താഴ്ത്തിയിട്ട് നടന്നു പോകുന്ന അവളെ കണ്ടപ്പോൾ ഒരു പാവമാണെന്ന് അവന് തോന്നി. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവൻ അവളെ വല്ലാതെ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എന്നും ജോലി കഴിഞ്ഞു നേരത്തെ എത്തുന്ന ദിവസങ്ങളിലെല്ലാം അവൻ അവളെ കാണാൻ പോകുന്നത് പതിവാക്കി. അങ്ങനെ ഒരു ദിവസം അവൾ കാറിനരികിലെത്തിയപ്പോൾ അവൻ കാറിൻ്റെ ഡോർ തുറന്നു. അവളപ്പോൾ വേഗത്തിൽ കാറിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നടന്നു. കുട്ടി, ഒന്ന് നിൽക്കാമോ? അവളോട് എന്തോ സംസാരിക്കാനായി വിഷ്ണു അവളെ വിളിച്ചതും അവൾ ഒരു നിമിഷം പേടിയോടെ അവനെ തിരിഞ്ഞു നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ വേഗത്തിൽ നടന്നു. തിരിഞ്ഞു നോക്കിയിട്ടും ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ടപ്പോൾ വിഷ്ണുവിന് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. കുട്ടി, പ്ലീസ്, എനിക്കൊന്ന് സംസാരിക്കാനാണ്. പേടിക്കണ്ട, ഒരു 2 മിനിറ്റ്, വിഷ്ണു അവളുടെ പിറകെ ചെന്നുകൊണ്ട് പറഞ്ഞു. അവൾ അപ്പോൾ പേടിയോടെ തന്നെ വിഷ്ണുവിനെ നോക്കി കൈകൂപ്പി. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ പുറകെ വരരുത്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ശ്രീകുട്ടിക്കും ഇല്ലത്തുള്ളവർക്കും ഡോക്ടറെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ അവളെ തന്നെ വിവാഹം ചെയ്യണം. അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ നടന്നു. വിഷ്ണു അപ്പോൾ കാര്യം അറിയാതെ ഞെട്ടി നിന്നുപോയി. ഈ കാര്യങ്ങളൊക്കെ ഇവളെങ്ങനെ അറിഞ്ഞു? വിഷ്ണുവിൻ്റെ മനസ്സിലാകെ സംശയം തോന്നി. ഇടയ്ക്ക് ഇവിടെ റോഡിൽ വന്നു കണ്ടിട്ട് പോകാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്.
അപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വിഷ്ണുവിന് പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. അല്ല, കുട്ടിക്ക് എന്നെ അറിയാമോ? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? വിഷ്ണു വേഗത്തിൽ അവൾക്ക് പിറകെ ചെന്നുകൊണ്ട് ഒന്നുകൂടെ അവളോട് ചോദിച്ചു. ദാമോദരൻ ബ്രോക്കർ ഇല്ലത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരൊക്കെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഡോക്ടർ എന്നെ വഴിയിൽ വെച്ച് കണ്ടു എന്നെങ്ങാനും അറിഞ്ഞാൽ അവരെൻ്റെ പഠിപ്പ് നിർത്തും, ഉപദ്രവിക്കും. പ്ലീസ് എന്നെ വിട്ടേക്കൂ. അതും പറഞ്ഞുകൊണ്ട് അവൾ പേടിയോടെ മുൻപോട്ടേക്ക് വേഗത്തിൽ ഓടി. വിഷ്ണു അവിടെ അപ്പോൾ അവളെ തന്നെ നോക്കി നിന്നു. ശേഷം തിരികെ വന്നു കാറിൻ്റെ ഡോർ അടച്ച് സീറ്റിലേക്കിരുന്നു. അപ്പോൾ ദാമോദരേട്ടൻ കാര്യങ്ങളൊക്കെ അവിടെ അറിയിച്ചിട്ടുണ്ട്. അയാളോട് അവിടെ ചെന്ന് ഒന്നും പറയണ്ടെന്ന് താൻ പറഞ്ഞതാ. വെറുതെയല്ല എൻ്റെ കാറിൻ്റെ അടുത്തെത്തുമ്പോൾ അവൾ സ്ഥിരമായി ഓടിപ്പോകുന്നത്. പാവം, പേടിച്ചിട്ടാകും. വിഷ്ണു കാറിൽ ഇരുന്നു കൊണ്ട് പലതും ചിന്തിച്ചു. ആദ്യമായി അവളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ കഴിഞ്ഞു. അടുത്തുനിന്ന് ഒന്ന് കണ്ടു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഇഷ്ടം കൂടുന്ന പോലെ അവൻ ആ പുഞ്ചിരിയോടെ തന്നെ കാറിൻ്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു. പിറ്റേന്ന് വീട്ടിലെ പണിക്ക് വാസുവേട്ടൻ എത്തിയപ്പോൾ വിഷ്ണു അവളെക്കുറിച്ച് വിശദമായി വാസുവേട്ടനോട് ചോദിച്ചു. അപ്പോഴാണ് ടൗണിനടുത്തുള്ള കോളേജിലാണ് അവൾ പഠിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞത്. B.Ed കോളേജാണ്. വാസുവേട്ടൻ്റെ മോളും അവിടെയാണത്രേ പഠിക്കുന്നത്. നാട്ടിലെ റോഡിൽ വെച്ച് അവൾക്ക് തന്നോട് സംസാരിക്കാൻ പേടിയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കോളേജിൽ പോയി ഒന്ന് കാണാമെന്ന് വിഷ്ണുവിന് തോന്നി. നാളെ തന്നെ പോകാമെന്ന് അവൻ കണക്കുകൂട്ടി. പിറ്റേ ദിവസം വൈകുവോളം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ബുക്കിംഗ് ഉണ്ടായിരുന്ന അവസാനത്തെ പേഷ്യൻറ്റും പോയി കഴിഞ്ഞപ്പോൾ വിഷ്ണു അവൻ്റെ വാച്ചിൽ സമയം നോക്കി. പിന്നെ പെട്ടെന്ന് തന്നെ കാറിൻ്റെ കീയും എടുത്തുകൊണ്ട് ദാമോദരേട്ടൻ പറഞ്ഞ അവൾ പഠിക്കുന്ന കോളേജിലേക്ക് വെച്ച് പിടിച്ചു. ടൗണിൽ നിന്ന് അല്പം മാറി കുന്നിൻ ചെരുവിലായി വലിയൊരു കോളേജാണ്. അവൻ കാർ കോളേജിൻ്റെ ഗേറ്റിൻ്റെ സൈഡിലേക്കെടുത്തു. അവിടെ വേറെയും കുറേ കാറുകളും ബൈക്കുകളും ഒക്കെ നിർത്തിയിട്ടിരുന്നു. അതിൽ ഏറ്റവും മുന്നിലായി അവൻ അവൻ്റെ കാർ ഒതുക്കി നിർത്തി. എന്നിട്ട് അവളെയും കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് കുട്ടികളൊക്കെ പുറത്തേക്കിറങ്ങി തുടങ്ങിയിരുന്നു. നടന്നു വരുന്ന പെൺകുട്ടികളിലൊക്കെ അവൻ അവളെ തിരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് രണ്ട് പെൺകുട്ടികൾക്കൊപ്പം സംസാരിച്ചുകൊണ്ട് വരുന്ന അവളെ കണ്ടത്. അവളെ കണ്ടതും വിഷ്ണു ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവൾ അപ്പോൾ അവനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കൂട്ടുകാരികളോട് വർത്തമാനം പറഞ്ഞ് അവൻ്റെ കാറിനടുത്തുകൂടെ നടന്നു പോകുമ്പോൾ വിഷ്ണു പെട്ടെന്ന് അവൾക്ക് മുൻപിലേക്ക് കൈ നീട്ടി. തൻ്റെ മുൻപിൽ ഒരു കൈ വന്നു നിന്നത് കണ്ടതും അവൾ തലയുയർത്തി നോക്കിയത് വിഷ്ണുവിൻ്റെ മുഖത്തേക്കായിരുന്നു. വിഷ്ണുവിനെ കണ്ടതും അവളൊന്ന് പേടിച്ചു. അത് അവനും മനസ്സിലായിരുന്നു. പേടിക്കേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചിട്ട് പോയിക്കോളാം ഞാൻ, പ്ലീസ്, വിഷ്ണു അപേക്ഷ പോലെ അവളോട് പറഞ്ഞു. എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എതിർത്തൊന്നും പറയാൻ കഴിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരികൾ അപ്പോൾ വിഷ്ണുവിനെയും അവളെയും മാറി മാറി നോക്കി. പ്ലീസ്, ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാമോ? എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കാനുണ്ട്, വിഷ്ണു അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു. അവരപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി. വിഷ്ണു റോഡിൽ തന്നെ കാണാൻ വരുന്നതുകൊണ്ടും വിവാഹം ആലോചിച്ചതുകൊണ്ടും ഇല്ലത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവനോടൊന്ന് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തൻ്റെ പിറകെ നടക്കരുതെന്നും ശല്യം ചെയ്യരുതെന്നും ഒന്ന് അവനോട് അപേക്ഷിക്കണമെന്ന് അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നാട്ടിലെ റോഡിൽ വെച്ച് എന്തായാലും അതിന് കഴിയില്ല. വിഷ്ണുവുമായി സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പലതും പറയും. ഇല്ലത്തറിഞ്ഞാൽ തന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് വിഷ്ണുവിനോട് ഒന്ന് സംസാരിക്കാൻ ഇവിടെ തന്നെയാണ് പറ്റിയ സ്ഥലമെന്ന് അവൾക്ക് തോന്നി. ഇവിടെയാവുമ്പോൾ ആരും അറിയില്ല. അതുകൊണ്ട് അവളൊന്ന് കൂട്ടുകാരികളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്നോളൂ, ഞാൻ വന്നേക്കാം. എൻ്റെ വീടിനടുത്തുള്ള ആളാ, അവൾ അവരോട് പറഞ്ഞു. ശരിയടി, എന്നാ നാളെ കാണാം. കൂട്ടുകാരികൾ അവൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൾ ഒന്ന് സംസാരിക്കാൻ സമ്മതിച്ചപ്പോൾ തന്നെ വിഷ്ണുവിന് പകുതി ആശ്വാസം തോന്നിയിരുന്നു. അവൻ്റെ മുഖത്ത് ആകെ സന്തോഷം പടർന്നു, ചുണ്ടിൽ ചിരിയും. ഒന്ന് കാറിലേക്ക് കയറാമോ? വിഷ്ണു അവളോട് സൗമ്യമായി പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഒരു കൂട്ടം കോളേജ് സ്റ്റുഡൻസ് ഗേറ്റിനടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. അവരുടെ കയ്യിലൊക്കെ വടിയും മറ്റെന്തൊക്കെയോ ഉണ്ട്. പെട്ടെന്നാണ് അവരവിടെ വെച്ച് അടിയും കല്ലേറുമൊക്കെ തുടങ്ങിയത്. അത് കണ്ടതും വിഷ്ണുവും അവളും ആകെ ഒന്ന് ഭയന്നു. എന്താ കാര്യം? കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിഷ്ണു അവളോട് ചോദിച്ചു. ഉണ്ട്, പാർട്ടിക്കാർ തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിരുന്നു. അവൾ അത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവരെറിഞ്ഞ ഒരു കുപ്പിക്കഷ്ണം അവളുടെ കഴുത്തിന് താഴെയായി വന്നു തറച്ചു. പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചതും വേദന കൊണ്ട് അവൾ അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അത് കണ്ടതും വിഷ്ണുവും ആകെ ഭയന്നുപോയി. ഏറുകൊണ്ട് അവൾ താഴേക്ക് വീഴാൻ പോയതും വിഷ്ണു അവളെ അവൻ്റെ കയ്യിൽ താങ്ങിയെടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സംഘർഷക്കാർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു.
വഴക്കും കല്ലേറുമൊക്കെ ശക്തിപ്പെട്ടു വന്നു. അവർ നിൽക്കുന്നിടത്തേക്ക് സംഘർഷക്കാർ കൂട്ടത്തോടെ എത്തി. വിഷ്ണു അപ്പോൾ എങ്ങനെയൊക്കെയോ അവരെ തട്ടിമാറ്റിക്കൊണ്ട് തിരക്കിനുള്ളിൽ നിന്ന് അവൻ്റെ കാറിൻ്റെ ഡോർ തുറന്നു. എന്നിട്ട് അവളെ കാറിൻ്റെ മുൻവശത്തെ സീറ്റിലിരുത്തി. അപ്പോഴേക്കും പാർട്ടിക്കാരനായ ഒരു പയ്യൻ കുറച്ച് മുന്നോട്ട് ഓടിയപ്പോൾ അവരെല്ലാവരും കൂടി അവൻ്റെ പിറകെ അങ്ങോട്ട് ഓടിപ്പോയി. ആ ഗ്യാപ്പിന് വിഷ്ണു ഓടിപ്പോയി അപ്പുറത്തെ ഡോർ തുറന്നു കാറിൽ കയറി. ഒരു വിധത്തിൽ കാർ മുന്നോട്ടെടുത്തു. അവളുടെ നെഞ്ചിലാകെ അപ്പോൾ ചോര പടർന്നു തുടങ്ങിയിരുന്നു. വിഷ്ണു തിടുക്കത്തിൽ കാർ വളച്ചെടുത്ത് സ്പീഡിൽ മുന്നോട്ട് പിടിച്ചു. ആകെ പേടിച്ച അവൾ ശരീരമാകെ വിയർത്തുകൊണ്ട് അവിടെ കിടന്നു വെപ്രാളപ്പെട്ട് കരയുകയായിരുന്നു. കോളേജ് പരിസരത്തു നിന്നും അല്പം മാറിയ മറ്റൊരു റോഡിലേക്ക് വിഷ്ണു അവൻ്റെ കാർ നിർത്തി. എന്നിട്ട് അവളുടെ മുറിവിലേക്ക് നോക്കി. അവൾ അപ്പോഴും വേദന കൊണ്ട് കരയുകയായിരുന്നു. ഒന്നുമില്ല, ഞാനൊന്ന് നോക്കട്ടെ. അവരെറിഞ്ഞ ചില്ലു കൊണ്ടതാ. അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ഒരു ഡോക്ടർ എന്ന നിലയിൽ അവളുടെ ചുരിദാറിൻ്റെ ടോപ്പ് ഒന്ന് മെല്ലെ മാറ്റി നോക്കി. ആ വേദനയ്ക്കിടയിലും ഒരു ആൺകുട്ടി തൻ്റെ ദേഹത്ത് തൊട്ടപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി. നന്നായി വേദനിക്കുന്നതുകൊണ്ട് തന്നെ അവനോട് എതിർത്തൊന്നും പറയാനും അവൾക്ക് കഴിഞ്ഞില്ല. ഇടതുഭാഗത്തായാണ് കുപ്പിച്ചില്ല് തറച്ചത്. വിഷ്ണു നോക്കുമ്പോൾ ചോര താഴേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് മുറിവ് നോക്കിക്കോട്ടെ? അത് കണ്ടതും അവൻ അവളോട് ചോദിച്ചു. അവൾ പതിയെ തലയാട്ടിക്കൊണ്ട് അവന് സമ്മതം കൊടുത്തു. അവൻ അപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പും അടിവസ്ത്രത്തിൻ്റെ വള്ളിയും പിടിച്ചുകൊണ്ട് നന്നായി ഒന്ന് തുറന്നു നോക്കി. അവൻ്റെ മുഖം അപ്പോൾ അവളുടെ നെഞ്ചിനോട് അടുത്തു വന്നു. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വിഷ്ണു അപ്പോൾ അവളെയും ഒന്ന് നോക്കി. ശേഷം വീണ്ടും മുറിവിലേക്കും. അവളുടെ വെളുത്ത നെഞ്ചിലൂടെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ നന്നായി നോക്കിയപ്പോൾ ചില്ലിൻ്റെ ചെറിയൊരു കഷ്ണം അവളുടെ മാറിൽ തറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും വിഷ്ണു മെല്ലെ അവൻ്റെ കൈകൊണ്ട് ആ ചില്ലിൻ്റെ കഷ്ണം പറിച്ചെടുക്കാൻ നോക്കി. ചില്ല് എടുത്തു കഴിഞ്ഞതും വേദന കൊണ്ട് പുളഞ്ഞു പോയ അവൾ അറിയാതെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുപോയി. വേദനിക്കുന്നു, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിഷ്ണു അപ്പോൾ അവളുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കി. അവൾ അപ്പോൾ അവനെ നോക്കിക്കൊണ്ട് കരയുകയായിരുന്നു. ഏയ് ഒന്നുമില്ല, പേടിക്കണ്ട. ചില്ല് തറഞ്ഞു പോയതാ. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വയ്ക്കണം. ഇഞ്ചക്ഷൻ എടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. അത് പറഞ്ഞുകൊണ്ട് അവൻ കാറിൻ്റെ മുൻവശത്തുള്ള കബോർഡ് തുറന്നു. എന്നിട്ട് അതിലുണ്ടായിരുന്ന അത്യാവശ്യം വലിപ്പമുള്ള ടവലെടുത്ത് 4 മടക്കി അവളുടെ നെഞ്ചിൽ പൊത്തിവെച്ചു. മുറിവിൽ അവൻ്റെ കൈ അമർന്നപ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഒന്നുകൂടി നോക്കി. ഇങ്ങനെ അമർത്തി പിടിച്ചു വെക്കണം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും. പേടിക്കണ്ട കേട്ടോ, വിഷ്ണു അവളോട് സൗമ്യമായി പറഞ്ഞു. അവൻ ടവലിൽ നിന്ന് കൈ മാറ്റിയപ്പോൾ അവൾ അവൻ പറഞ്ഞ പോലെ പിടിച്ചു വെച്ചു. അല്പസമയത്തിനകം തന്നെ വിഷ്ണു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ അവൻ്റെ കാർ ചെന്നു നിന്നു. അവൻ ഡോർ തുറന്നു പുറത്തിറങ്ങി. അവൾക്ക് ഡോർ തുറന്നു കൊടുത്തു. കൈ മുറിവിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങുമ്പോൾ അവൻ അവളുടെ മറുകൈയൊന്ന് താങ്ങിപ്പിടിച്ച് ഇറങ്ങാൻ സഹായിച്ചു. അപ്പോഴും അവൾ അവൻ്റെ കണ്ണിലേക്ക് അറിയാതെ നോക്കിപ്പോയി. ശേഷം അവൻ കാറിൻ്റെ ഡോർ വലിച്ചടച്ചു. അവളെയും കൂട്ടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി. നേരെ കാഷ്വാലിറ്റിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നല്ല തിരക്കാണ്. തിരക്കൊഴിയാൻ കാത്തുനിന്നാൽ കാര്യം നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് വിഷ്ണു അവിടെ നിന്നും നേരെ റിസപ്ഷനിലേക്ക് ചെന്നു. എന്താ സർ? വിഷ്ണുവിനെ കണ്ട പാടെ സ്റ്റാഫ് ചോദിച്ചു. എൻ്റെ റൂമിൻ്റെ കീ വേണം. 2nd ഫ്ലോർ 102, വിഷ്ണു പറഞ്ഞു. സ്റ്റാഫ് അപ്പോൾ തന്നെ അകത്ത് ചെന്ന് വിഷ്ണുവിൻ്റെ റൂമിൻ്റെ കീ എടുത്തു നൽകി. അവൻ അതും വാങ്ങി അവളെയും കൂട്ടി സ്റ്റാഫിന് മാത്രമുള്ള ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ലിഫ്റ്റ് വന്നു നിന്നപ്പോൾ അവളെ നോക്കി കയറാൻ പറഞ്ഞു. പിറകിൽ അവനും കയറി. ശേഷം 2nd ഫ്ലോറിൽ ഇറങ്ങി. വേഗം ചെന്ന് അവൻ്റെ ക്യാബിനിൻ്റെ ഡോർ തുറന്നു. അവിടെ ചുമരിലായി വിഷ്ണു മോഹനൻ MBBS അസിസ്റ്റന്റ് സർജൻ എന്ന മനോഹരമായ ബോർഡുണ്ടായിരുന്നു. അവൾ അത് മനസ്സിൽ വായിച്ചു. എന്നിട്ടൊരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും വിഷ്ണു ഡോർ തുറന്ന് അകത്ത് കയറി. വാ, വിഷ്ണു അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ റൂമിലേക്കും ആളൊഴിഞ്ഞ വരാന്തയിലേക്കും ഒന്ന് നോക്കി. പേടിക്കേണ്ട, മുറിവൊന്ന് മരുന്ന് വെച്ച് തരാനാണ്. കാഷ്വാലിറ്റിയിൽ നല്ല തിരക്കാണ്. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഇത് പെട്ടെന്ന് കഴിയും. കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകാം, വിഷ്ണു അവളോട് പറഞ്ഞു. അവൾ മെല്ലെ അകത്തേക്ക് കയറി. വിഷ്ണു അപ്പോൾ റൂമിൻ്റെ ഡോറടിച്ച് കുറ്റിയിട്ടു. എന്നിട്ട് അവനിരിക്കുന്ന മേശയ്ക്കും കസേരയ്ക്കും അരികിലായുള്ള വലിയ കർട്ടൻ വലിച്ചു നീക്കി. കർട്ടൻ്റെ അപ്പുറത്തായി രോഗികൾ വന്നാൽ കിടത്തി പരിശോധിക്കുന്ന പച്ച ബെഡുണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്ന് കിടന്നേ, വിഷ്ണു അവളോട് പറഞ്ഞു. ഉള്ളിലൊരു വെപ്രാളമുണ്ടായിരുന്നെങ്കിലും അവൾ അത് കാണിക്കാതെ ബെഡിൽ ചെന്നിരുന്നു. അവൻ അപ്പോൾ അവൾ നെഞ്ചിൽ പൊത്തിവെച്ചിരിക്കുന്ന ടവൽ എടുത്തു മാറ്റി. അവൻ അവിടുത്തെ മേശ തുറന്നു അതിൽ നിന്ന് ഒരു ബോക്സ് എടുത്തുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. പേടിക്കണ്ട, കിടന്നോളൂ. ഒരു 5 മിനിറ്റ്, മുറിവ് ഡ്രസ്സ് ചെയ്തു തരാം.
വേറൊന്നും ചെയ്യില്ല, പേടിക്കണ്ട. വിഷ്ണു അവന്റെ കണ്ണുകൾ പതിയെ അടച്ചു തുറന്നുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അവൾ അപ്പോൾ മെല്ലെ ആ പച്ച ബെഡിലേക്ക് കിടന്നു. വിഷ്ണു ബോക്സുമായി അവളുടെ അടുക്കൽ നിന്നു. ഒരു ഡോക്ടറാണെങ്കിലും വിഷ്ണുവിന്റെ മുന്നിൽ അങ്ങനെ കിടക്കുമ്പോൾ അവൾക്കാകെ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് അവനെ വെറുമൊരു ഡോക്ടറായി സങ്കല്പിക്കാനും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്കാകെ ഒരു മടിയുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ മുറിവിൽ നിന്നും നല്ല വേദനയും. വിഷ്ണു കയ്യിൽ കത്രികയും പഞ്ഞിയും എടുത്ത് മുറിവിലേക്കൊന്ന് നോക്കി. മുറിവ് ഡ്രസ്സിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ അവന് മരുന്ന് വയ്ക്കണമെങ്കിൽ ഡ്രസ്സ് മാറ്റേണ്ടതുണ്ടായിരുന്നു. ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് മാറ്റണം, വിഷ്ണു പറഞ്ഞു. അവൾക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അത് മാറ്റി ക്ലീൻ ചെയ്യാൻ അവനൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവളാകെ മടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ തന്നെ അവളുടെ ചുരിദാർ ഷോൾഡറിൽ നിന്ന് മെല്ലെ ഒന്ന് താഴ്ത്തിവെച്ചു. ശേഷം അതിനകത്തുണ്ടായിരുന്ന ഇന്നറിന്റെ കൈയും താഴ്ത്തിവെച്ചു. എന്നിട്ട് മുറിവിലേക്കൊന്ന് നന്നായി നോക്കി. വിഷ്ണു അങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്കാകെ വല്ലാതെ തോന്നി. മുറിവിൽ മരുന്ന് തട്ടിയതും വേദന കൊണ്ട് അവൾ അവളുടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. വിഷ്ണു മെല്ലെ പഞ്ഞിക്കൊണ്ട് അവളുടെ മുറിവൊപ്പിയെടുത്തു. വേദന കൂടി വന്നപ്പോൾ അവൾ കണ്ണുകൾ ഒന്നുകൂടി ശക്തിയിൽ ഇറുക്കി അടച്ചു. അവന്റെ കൈ അവളുടെ നെഞ്ചിൽ തൊടുന്നതൊക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൾ നിശബ്ദയായി അങ്ങനെ കിടന്നു. കഴിഞ്ഞുട്ടോ, മരുന്ന് വെച്ചതിന്റെ നീറ്റലുണ്ടാകും, സ്റ്റിച്ചിടാൻ മാത്രമില്ല. വിഷ്ണു പറഞ്ഞത് കേട്ടപ്പോൾ കണ്ണുനീർ ഒലിച്ചിറങ്ങിയ അവളുടെ കണ്ണുകൾ പതിയെ തുറന്നു. അവൾ അവനെ നോക്കി. ഗ്ലാസ് തട്ടിയപ്പോൾ പെട്ടെന്ന് ചോര എടുത്തതാ. ആഴത്തിലുള്ള മുറിവില്ലാത്തതുകൊണ്ട് പേടിക്കാനില്ല. എന്തായാലും ടി അടിക്കണം. അത് പറഞ്ഞുകൊണ്ട് വിഷ്ണു അപ്പുറത്തേക്ക് ചെന്നു. അവൾ അപ്പോൾ അവളുടെ ഡ്രസ്സിന്റെ ഷോൾഡർ വേഗത്തിൽ കയറ്റിവെച്ചു. എന്നിട്ട് ഒരു കൈ കട്ടിലിൽ കുത്തി പതിയെ എണീറ്റിരുന്നു. സിറിഞ്ചിൽ മരുന്നുമായി വിഷ്ണു അപ്പോൾ അങ്ങോട്ടെത്തി. എണീക്കണ്ട, കിടന്നോളൂ. ഇടുപ്പിലാണ് ടി വെക്കേണ്ടത്. ചരിഞ്ഞു കിടന്നാൽ മതി, വിഷ്ണു പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ അവൾക്ക് ഒന്നുകൂടി മടി തോന്നി. കയ്യിൽ വെച്ചുകൂടെ? അവൾ മെല്ലെ അവനോട് ചോദിച്ചു. വിഷ്ണു അപ്പോൾ അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കയ്യിൽ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല വേദന കാണും. 2 ദിവസത്തേക്ക് ചിലപ്പോൾ കൈ പൊങ്ങില്ല. ഇടുപ്പിലാവുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെറുതായി ഡ്രസ്സൊന്ന് മാറ്റി തന്നാൽ മതി. അവൻ അത് പറഞ്ഞപ്പോൾ അവളൊന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നെ ചരിഞ്ഞു കിടന്ന് ചെറുതായി ലെഗിൻസ് ഒന്ന് താഴ്ത്തി കൊടുത്തു. വെക്കുവാണേ, വിഷ്ണു പറഞ്ഞു. അവളൊന്ന് മൂളി. ഇഞ്ചക്ഷൻ ശരീരത്തിൽ അമർന്നപ്പോൾ അവൾ ഒന്നുകൂടി കണ്ണ് ഇറുക്കി അടച്ചു. കഴിഞ്ഞു, നന്നായി ഒന്ന് തടവിക്കോളൂ, വിഷ്ണു പറഞ്ഞു. വേഗത്തിൽ കൈകൊണ്ട് ഒന്ന് തടവി അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവൾ നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് വിഷ്ണു അവളെ നോക്കി നിൽക്കുകയായിരുന്നു. സാരമില്ല, മനുഷ്യരല്ലേ, എവിടെ നിന്നാ എപ്പോഴാ അപകടം വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വലിയ പരിക്കില്ലാതെ കഴിഞ്ഞല്ലോ. അവിടെയുണ്ടായിരുന്ന സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം നല്ല പരിക്കുണ്ടാകും, വിഷ്ണു പറഞ്ഞു. അവൾ അപ്പോൾ അവന്റെ കണ്ണിലേക്ക് ദയയോടെ നോക്കി. അപ്പോഴാണ് അവളുടെ വലതു കൈയിലായി ഒരു പൊള്ളലേറ്റതിന്റെ പാട് വിഷ്ണു കണ്ടത്. ഇതെന്താ കയ്യിൽ? അവൻ അവൾക്ക് അരികിലേക്ക് വന്ന് ആ അടയാളത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് അവൾ എന്തു പറയണമെന്നറിയാതെ അവനെ നോക്കി. വെള്ളം വീണ് പൊള്ളിയ പാടാണല്ലോ, എങ്ങനെ സംഭവിച്ചു? വിഷ്ണു വീണ്ടും അവളെ നോക്കി. അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങിയിരുന്നു. എന്താ കാര്യം? എന്താണെങ്കിലും പറഞ്ഞോളൂ, വിഷ്ണു ചോദിച്ചെങ്കിലും അവൾ മറുപടിയൊന്നും പറയാതെ വിതുമ്പി. സങ്കടം കൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റുവീണു. താൻ ഇങ്ങോട്ട് വന്നേ, വിഷ്ണു അവളെ വിളിച്ചു. എന്നിട്ട് അവന്റെ മേശയ്ക്കടുത്തുള്ള കസേര നീക്കിയിട്ടു കൊടുത്തു. ഇവിടെ ഇരിക്കി, അവൻ അവളോട് പറഞ്ഞു. അവൾ അവനെ ഒന്നുകൂടെ നോക്കി. ഇരിക്കടോ. അവൾ ഇരിക്കാതെ മടിച്ചു നിന്നപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്നു. അപ്പോൾ മറ്റൊരു കസേര അവൾക്ക് അരികിലേക്ക് വലിച്ചിട്ടുകൊണ്ട് വിഷ്ണുവും അവിടെയിരുന്നു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. തൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ? വിഷ്ണു അവളോട് ചോദിച്ചു. അവൾ അപ്പോൾ കരഞ്ഞുകൊണ്ട് ഉണ്ട് എന്ന് തലയാട്ടി. എന്താ കാര്യം? എന്താണെങ്കിലും എന്നോട് പറ, അവൻ പറഞ്ഞു. ആദ്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി. അത് ഡോക്ടർ എന്നെയാണ് പെണ്ണ് അന്വേഷിച്ചതെന്ന് ബ്രോക്കർ ഇല്ലത്ത് വന്നു പറഞ്ഞിരുന്നു. അത് അറിഞ്ഞപ്പോൾ ആ ദേഷ്യത്തിന് ഇല്ലത്തെ സുദാമ അവരുടെ കയ്യിലുണ്ടായിരുന്ന തിളച്ച വെള്ളം ഒഴിച്ചതാ. അവൾ അത് പറഞ്ഞപ്പോൾ വിഷ്ണു ഒന്ന് ഞെട്ടിപ്പോയി. ആര്? ഞാനന്ന് പെണ്ണ് കാണാൻ വന്ന കുട്ടിയുടെ അമ്മയോ? അവൻ ചോദിച്ചു. അതെ, അവൾ തലയാട്ടി. അവരെ കാണുമ്പോൾ നല്ല മാന്യതയുള്ള ഒരു പാവം സ്ത്രീ ആയിട്ടാണല്ലോ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുമോ?
വിഷ്ണു അല്പം സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇതും ഇതിനപ്പുറവും ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഡോക്ടറെ മയക്കിയെടുത്തു എന്നാ പറയുന്നത്. ശരിക്ക് പറഞ്ഞാൽ ഡോക്ടർ എന്നെ കാണാൻ റോഡിൽ കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ വല്ലാത്ത ഭയമായിരുന്നു. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ ഞാൻ അവിടെ നിന്ന് തല്ലുകൊള്ളേണ്ടി വരും. ഡോക്ടർ എൻ്റെ പിറകെ വരരുത്. അതൊന്നു പറയണമെന്നുണ്ടായിരുന്നു. അതിനാ വിളിച്ചപ്പോൾ ഞാൻ കാറിൽ കയറാമെന്ന് സമ്മതിച്ചത്. എന്നെ വിട്ടേക്കണം പ്ലീസ്. അവൾ അവൻ്റെ മുന്നിൽ കൈകൂപ്പി. വിഷ്ണു ഒന്നും പറയാതെ ഒരു 2 മിനിറ്റ് നേരത്തോളം അവളെ തന്നെ തറപ്പിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്തിനാ അവരുടെ ഇടയിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇതുവരെ ഒറ്റയ്ക്കായിരുന്നെന്ന് കരുതാം. പക്ഷേ ഇപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ ഇത്ര നാളും പിറകെ വന്നതും. എൻ്റെ കൂടെ വന്നാൽ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. വിഷ്ണു പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവൻ അപ്പോൾ അവളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വെറുതെ പറയുന്നതല്ല. ലണ്ടനിൽ പോയി വർഷങ്ങളോളം പഠിച്ചവനാ ഞാൻ. അവിടെ കൂടെ പഠിച്ച ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ നാട്ടിലായിരുന്നപ്പോഴും ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സായി കുറേ പെൺകുട്ടികൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ആദ്യമായി ഒരിഷ്ടം തോന്നിയത് തന്നോടാണ്. തൻ്റെ പേര് പോലും എന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഉള്ളിൽ തട്ടി പറയുകയാണ്, വല്ലാത്തൊരിഷ്ടം. കൂടെ വന്നാൽ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. തനിക്കറിയോ, എൻ്റെ അമ്മയ്ക്കും അച്ഛനും വിവാഹം കഴിഞ്ഞ് 18 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിനും അവർ ഇന്നുവരെ എതിര് നിന്നിട്ടില്ല. ഒറ്റ മോനായ എന്നെ ദൂരേക്ക് വിടാൻ മനസ്സുണ്ടായിട്ടല്ല ലണ്ടനിലേക്ക് പഠിക്കാൻ വിട്ടത്. പോകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവർ എതിര് പറയാൻ നിന്നില്ല. എൻ്റെ ഇഷ്ടം അതായതുകൊണ്ട് എൻ്റെ സന്തോഷത്തിനു വേണ്ടി അവരതിനു സമ്മതിച്ചു. തിരിച്ചു വന്ന് ഇനിയുള്ള കാലം അച്ഛനെയും അമ്മയെയും നോക്കി ഇല്ലത്ത് തന്നെ കഴിയണമെന്ന് ആഗ്രഹിച്ചാണ് പഠിത്തം കഴിഞ്ഞ് തിരികെ പോന്നത്. അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി നോക്കുമായിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് തോന്നി. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി. അവർക്ക് കൊടുക്കാവുന്ന കുറച്ച് സന്തോഷമൊക്കെ കൊടുത്ത് അങ്ങനെ കഴിഞ്ഞുകൂടണം. അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ 1 മാസം കൂടിയേ കാണൂ. അത് കഴിഞ്ഞാൽ ഇല്ലത്തുനിന്ന് പോയി വരാവുന്ന ദൂരത്തിലുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ നോക്കി സെറ്റാവും. എനിക്കുറപ്പാ. ഞാൻ തൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് കയറി ചെന്നാൽ അവരും തന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കും. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നോക്കി ജീവിക്കുന്നവരല്ല എൻ്റെ അച്ഛനും അമ്മയും. എല്ലാത്തിനും അപ്പുറത്ത് അവർക്ക് വലുത് എൻ്റെ സന്തോഷമാണ്. ഒരു ജീവിതമേ ഉള്ളൂ. അത് നമുക്കിഷ്ടമുള്ള പോലെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ അച്ഛൻ എപ്പോഴും പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നിന്നെ സ്നേഹിക്കും. എനിക്കുറപ്പാണ്. ഇനി പറ, താനൊന്ന് മൂളിയാ മതി. കൊണ്ടുപോയിക്കൊള്ളാം ഞാൻ. വിഷ്ണു അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കുന്നു എന്ന വണ്ണം അവളെ ഉറ്റുനോക്കി. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ചെന്തു പറയണമെന്നറിയാതെ അവൾ അവനെ തന്നെ നോക്കി. പിന്നെ മെല്ലെ പറഞ്ഞു, എനിക്ക് അച്ഛനില്ല. അച്ഛൻ ആരാണെന്ന് എനിക്ക്. അവൾ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വിഷ്ണു അവളുടെ ചുണ്ടിൽ അവൻ്റെ കൈ വെച്ച് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഇഷ്ടപ്പെടുന്നതെന്ന്. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എനിക്കറിയേണ്ട. പോരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ പോരാം. ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നെ വിശ്വസിക്കാം. എൻ്റെ അമ്മയാണേ സത്യം. വിഷ്ണു മനസ്സിൽ തട്ടിയാണ് പറയുന്നതെന്ന് അവൾക്ക് അവൻ്റെ വാക്കുകളിൽ തോന്നി. അവൾ അപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ ഓർത്തു. ഇല്ലത്തെ ആട്ടും തുപ്പും ഉപദ്രവവും സഹിച്ചു കിടക്കുമ്പോൾ എത്രയോ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ നിന്നൊരു രക്ഷ. അപ്പോഴൊക്കെയും കുറച്ചെങ്കിലും ആശ്വാസം അവിടുത്തെ മുത്തശ്ശനായിരുന്നു. പക്ഷേ ഇപ്പോൾ മുത്തശ്ശനും ഏറെ വയ്യാണ്ടായി വന്നിരിക്കുന്നു. മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞാൽ അവരെന്നെ അവിടുന്ന് അടിച്ചിറക്കും. പിന്നെ എങ്ങോട്ടാ ഞാൻ? മുത്തശ്ശൻ ഇല്ലാണ്ടായാൽ തൻ്റെ സ്ഥിതി എന്താവുമെന്ന് നിശ്ചയമില്ല. പലതും അവൾ ആലോചിച്ചു. കുറേ നാളായി തന്നെ കാണാൻ വഴിയരികിലും റോഡിലും പാടത്തും കാത്തു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ മുഖവും അവൾക്ക് ഓർമ്മ വന്നു. തൻ്റെ മുൻപിൽ തൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്ന ആ വിഷ്ണുവിൻ്റെ കണ്ണിലേക്ക് അവളൊന്ന് നന്നായി നോക്കി. അവൻ്റെ കണ്ണുകളിൽ നിറയെ തന്നോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും വലിയ ഇല്ലത്തെ ഒറ്റ മോനും ഡോക്ടർ കൂടിയായ ഒരാൾ തന്നെപ്പോലൊരു പെണ്ണിൻ്റെ പിറകെ നടക്കാൻ വരില്ലല്ലോ. കുറച്ചുനേരം എന്തൊക്കെയോ ആലോചിച്ച ശേഷം അവൾ സമ്മതമെന്ന മട്ടിൽ കരഞ്ഞുകൊണ്ട് തന്നെ അവനോട് തലകുലുക്കി. സമ്മതം മൂളിക്കൊണ്ട് അവളുടെ തലയൊന്ന് അനങ്ങിയതും വിഷ്ണു അവളെ അവനോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. എന്നിട്ട് അവളെ തന്നെ നോക്കി. ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം കയ്യിലെടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇനി പറ, എന്താ തൻ്റെ പേര്? കൃഷ്ണപ്രിയ, അവൾ നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവനപ്പോൾ വീണ്ടും അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് അവളുടെ തലയെടുത്ത് അവൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു,
ആരുമില്ലെന്ന് ഇനി വിഷമിക്കരുത്. അച്ഛൻ്റെയും അമ്മയുടെയും തനിക്ക് കിട്ടാതെ പോയ എല്ലാവരുടെയും സ്നേഹം തരാനും ആ സ്ഥാനത്തിന് പകരം നിൽക്കാനും ഇനി ഞാനുണ്ടാകും. പോകാം നമുക്ക്, എൻ്റെ ഇല്ലത്തേക്ക്. അവിടെ ചെന്നാലും പഠിത്തം മുടക്കേണ്ട. അവിടെ ഏതെങ്കിലും കോളേജ് നോക്കി തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാത്തിനും ഞാനുണ്ടാകും കൂടെ. ഇന്നുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും ഇവിടെ തീരട്ടെ. അവൻ അത് പറഞ്ഞ് അവളുടെ പൊള്ളലേറ്റ കൈ ഒന്ന് പിടിച്ചു നോക്കി. ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിത്തരാം ഞാൻ. ഇതൊക്കെ മാറും. അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. ആരോടെങ്കിലും യാത്ര പറയാനുണ്ടോ ഇവിടെ? വിഷ്ണു ചോദിച്ചു. മുത്തശ്ശൻ, അവൾ മെല്ലെ പറഞ്ഞു. അത് കേട്ട് അവനൊന്ന് പതിയെ പുഞ്ചിരിച്ചു. ഇപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകണ്ട. നമുക്കൊരു ദിവസം വരാം, അവൻ പറഞ്ഞു. അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. വേറെ ആരോടെങ്കിലും? ഇല്ലെന്ന് അവൾ തലയാട്ടി. കൂട്ടുകാരികളോട് ഫോണിൽ വിളിച്ചു പറയാമെന്ന് കരുതി. പിന്നെ തെക്കേടത്ത് ഇല്ലത്തുള്ളവരാണെങ്കിൽ അവൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നോർത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവളെ കാണാതായാലും അന്വേഷിക്കാനൊന്നും അവർ നിൽക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. പിന്നെ ഉള്ളത് മുത്തശ്ശനാണ്. മുത്തശ്ശനോട് പറയാനായി അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റില്ല. അവിടെ ചെന്നാൽ ഡോക്ടർക്കും അതൊരു പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ആരോടും അവൾക്ക് യാത്ര ചോദിക്കാൻ ഇല്ലായിരുന്നു. അങ്ങനെ അവൾ വിഷ്ണുവിനോടൊപ്പം ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്നും പോരുമ്പോൾ വിഷ്ണു അവളെ കൂട്ടിക്കൊണ്ടുപോയി വയറു നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും നാട്ടിലേക്കുള്ള ട്രെയിൻ കയറി. ട്രെയിനിൻ്റെ ജനലരികിലുള്ള സീറ്റിൽ തണുത്ത കാറ്റേറ്റുകൊണ്ട് വിഷ്ണുവിൻ്റെ നെഞ്ചോട് ചേർന്ന് അവളിരുന്നു. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത വലിയൊരു സംരക്ഷണം അവനിൽ നിന്ന് കിട്ടുന്നതായി അവൾക്ക് തോന്നി. അവൻ്റെ നെഞ്ചിൻ്റെയും കൈയുടെയും ചൂടിലൂടെ അവൻ്റെ അളവറ്റ സ്നേഹം അവൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. രാവിലെയോടെ അവർ വിഷ്ണുവിൻ്റെ ഇല്ലത്തെത്തി. അവൾ താമസിച്ചിരുന്ന തെക്കേടത്തെ ഇല്ലം പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഇല്ലം തന്നെയാണ് വിഷ്ണുവിൻ്റേതും. എന്നാൽ വലിപ്പം അതിൻ്റെ അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം അതിനോടടുത്ത് തന്നെയുണ്ട്. കൃഷ്ണപ്രിയ ചുറ്റിലും നോക്കി. നല്ല വൃത്തിയുള്ള ഇടം. മുറ്റം കണ്ടാൽ പാവിരിച്ച് കിടന്നുറങ്ങാൻ തോന്നും. ഇല്ലത്തിൻ്റെ പടിക്കെട്ട് കടന്നതും വിഷ്ണു അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവൾ അവനൊപ്പം മുന്നോട്ട് നടന്നു. വിഷ്ണു വിളിച്ചു പറഞ്ഞത് പ്രകാരം അവരെയും കാത്ത് അച്ഛനും അമ്മയും ഉമ്മറത്തുണ്ടായിരുന്നു. ഒറ്റമോൻ തന്നെപ്പോലൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ ഇഷ്ടക്കേടുണ്ടോ എന്നറിയാനായി അവൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്കാണ് ആദ്യം നോക്കിയത്. എന്നാൽ അവർ രണ്ടുപേരുടെയും മുഖം അപ്പോൾ ശാന്തമായിരുന്നു. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ മറുത്തൊന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ അവൾക്ക് വിളക്ക് കാണിച്ചു. വാ മോളെ, അവർ അവളെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവളുടെ കൈ പിടിച്ചു അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ അവളെയും കൂട്ടി പോകുന്നത് വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു. ശേഷം അവൻ ഉമ്മറത്തിരുന്ന് അച്ഛനോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. അച്ഛൻ എതിർപ്പൊന്നും പറയാതെ സന്തോഷത്തോടെ തന്നെ അവൻ്റെ ഇഷ്ടത്തെ അനുകൂലിച്ചു. ഇത്രത്തോളം മനസ്സിലാക്കുന്ന, ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ തൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കിട്ടിയതിൽ വിഷ്ണുവിന് ഏറെ അഭിമാനം തോന്നി. മോൻ പോയി എന്തേലും കഴിക്ക്, ക്ഷീണിച്ചു വന്നതല്ലേ, അച്ഛൻ അവനോട് പറഞ്ഞു. ട്രെയിനിലെ യാത്ര കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വിഷ്ണു വേഗം പോയി കുളിച്ചു. ശേഷം ഒരു മുണ്ടും തോളിലൊരു നേരിയതുമൊക്കെ പുതച്ചുകൊണ്ട് തനി ഇല്ലത്തെ ചെക്കനായി അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അമ്മയുടെ കറുത്ത ബ്ലൗസ് അണിഞ്ഞ് സെറ്റുമുണ്ടും ഉടുത്തുകൊണ്ട് അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന കൃഷ്ണപ്രിയയെയാണ് അവന് കാണാൻ കഴിഞ്ഞത്. ഒരു നിമിഷം അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിപ്പോയി. അവനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ അവളും ഒന്ന് നോക്കി. നീ നല്ല ആളാ. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അതിനു മാറാൻ ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങിയില്ലാലോ ഉണ്ണിയെ. തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ബ്ലൗസും മുണ്ടും ഉടുപ്പിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അവളെയും കൂട്ടിപ്പോയി അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കിട്ടോ, അമ്മ അവനോട് പറഞ്ഞു. ഓ, ഞാനത് മറന്നതാ. നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. വിഷ്ണു അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് അടുക്കളയിൽ ഭക്ഷണം കഴിക്കാനായി ഇട്ടിരിക്കുന്ന നീളൻ ബെഞ്ചിലിരുന്നു. ഇവിടെ ഇരിക്കെ, അവൻ അവളുടെ കൈ പിടിച്ച് അവൻ്റെ അടുത്തിരുത്തി. അമ്മ അപ്പോൾ ചിരിച്ചുകൊണ്ട് 2 പ്ലേറ്റ് കൊണ്ടുവന്ന് അവർക്ക് മുന്നിൽ വെച്ചു. അതിലേക്ക് നല്ല വട്ടത്തിൽ ചുട്ടെടുത്ത തൊട്ടാൽ പൊട്ടുന്ന വിധത്തിലുള്ള നെയ്ദോശയും ഒപ്പം സ്പെഷ്യൽ സാമ്പാറും ചമ്മന്തിയും ഒക്കെ വിളമ്പിക്കൊടുത്തു. അവർ കഴിക്കുന്നതിനനുസരിച്ച് അമ്മ ചൂടുള്ള ദോശ അവിടെ നിന്ന് ചുട്ടുകൊടുത്തുകൊണ്ടേയിരുന്നു. വിഷ്ണുവിനൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ അവൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു. ശേഷം അവൻ അവളെയും കൂട്ടി പുറത്തിറങ്ങി. അവൻ്റെ നാടൊക്കെ കാണിച്ചു കൊടുത്തു. പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയും ഒപ്പം വിഷ്ണുവിൻ്റെ സാമീപ്യവും അവളുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അവൾക്കുള്ള ഒരു കൂട്ടം ഡ്രസ്സുമായാണ് അവർ തിരികെ വന്നത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും ജോത്സ്യനെ കൊണ്ട് കല്യാണത്തിനുള്ള സമയം കുറിച്ചു വെച്ചിരുന്നു. അച്ഛനും അമ്മയും ഉമ്മറത്തിരുന്ന് ആ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരങ്ങോട്ടെത്തിയത്.
ഈ വരുന്ന വെള്ളിയാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. അപ്പം നമ്മുടെ കാവിൽ വെച്ച് ഒരു ചെറിയ താലി ചാർത്തിയാൽ മതി. അത്രയൊക്കെ മതി ചടങ്ങ്. ആർഭാടം കാണിച്ച് കല്യാണം നടത്തുന്നതിലല്ലല്ലോ, മുന്നോട്ടുള്ള ജീവിതത്തിലാണ് കാര്യം. ഭഗവാന്റെ മുന്നിൽ വെച്ച് ഒരു ചെറിയ കല്യാണം. പിന്നെ വീടുപണി കഴിഞ്ഞിട്ട് വീട് താമസം നമുക്ക് കേമമാക്കാലോ. അങ്ങനെ പോരെ ഉണ്ണിയെ? അവര് കയറി വന്ന പാടെ അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു. സന്തോഷത്തോടെ തന്നെ മതിയെന്ന് വിഷ്ണുവും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നും ദിവസം കുറിച്ച ഷീട്ട് വാങ്ങി. ശേഷം അതും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നു മുറിയുടെ ജനൽ തുറന്നിട്ട് വൈകുന്നേരത്തെ കാറ്റും കൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ കൃഷ്ണപ്രിയ ആയിരുന്നു. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ അളവില്ലാത്ത സന്തോഷവും അവനുണ്ടായിരുന്നു. ഒപ്പം ആരോരുമില്ലാത്ത പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയും. അങ്ങനെ ഓരോന്നൊക്കെ ഓർത്തു കിടക്കുമ്പോഴാണ് അമ്മ കൊടുത്തുവിട്ട ചായയുമായി കൃഷ്ണപ്രിയ അങ്ങോട്ടെത്തിയത്. അവളെ കണ്ടതും അവൻ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഒന്ന് നോക്കി. അമ്മയുടെ മുണ്ടും നേരിയതും തന്നെയായിരുന്നു വേഷം. നീ ഇത് സ്ഥിരമാക്കിയോ? വിഷ്ണു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇന്നുകൂടി ഇത് ഉടുത്തോളാൻ പറഞ്ഞു അമ്മ. ഡ്രസ്സൊക്കെ അലക്കിയിട്ട് നാളെ എടുക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു. അതേതായാലും നന്നായി. ഈ വേഷത്തിൽ കാണുമ്പോൾ നീ അസലൊരു തമ്പുരാട്ടിക്കുട്ടി തന്നെ, വിഷ്ണു പറഞ്ഞു. കൃഷ്ണപ്രിയ ചിരിച്ചുകൊണ്ട് ചായ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവളുടെ കണ്ണിലേക്ക് സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് അവൻ ആ ചായ ഗ്ലാസ് വാങ്ങി. എന്നിട്ട് അത് തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മേശപ്പുറത്തേക്ക് വെച്ചു. അവൾ അപ്പോൾ വിഷ്ണുവിൻ്റെ മുറി ഒന്ന് നന്നായി നോക്കി. എന്ത് ഭംഗിയാ അല്ലേ ഈ മരപ്പണികളൊക്കെ കാണാൻ, കൃഷ്ണപ്രിയ പറഞ്ഞു. വിഷ്ണു അപ്പോൾ പെട്ടെന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് വാതിലിന് ഇടയിലെ ചുമരിലേക്ക് ചേർത്ത് വെച്ചു. മരപ്പണികൾ മാത്രമല്ല, നീയും നല്ല ഭംഗിയാ സുന്ദരി കുട്ടി. അത് പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് അരുമയായി ചുംബിച്ചു. പിന്നെ അവളുടെ ബ്ലൗസിന് മുകളിലൂടെ നെഞ്ചിലെ മുറിവിലായി ഉമ്മ വെച്ചു. അവൻ്റെ സാമീപ്യം ഏറ്റപ്പോൾ അവൾ കണ്ണൊന്ന് മെല്ലെ അടച്ചു. അവൻ മുറിവിന് ചുറ്റും 2-3 പ്രാവശ്യം കൂടി ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു. ഈ മുറിവാണ് ഇത്ര പെട്ടെന്ന് എനിക്ക് നിന്നെ തന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കട്ടെ എൻ്റെ ഒരു ഉമ്മ. അത് പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടി അവിടെ ഉമ്മ വെച്ചു. എന്നിട്ട് ഒരു തലോടലോടെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും മറന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചോരം ചാഞ്ഞു. പുറത്തെ 100 കൂട്ടം മരങ്ങളെയും ചെടികളെയും തഴുകിക്കൊണ്ടുവരുന്ന പ്രകൃതിയുടെ മണമുള്ള തണുത്ത കാറ്റ് അപ്പോൾ ജനലിലൂടെ വന്നു അവരെ ഒന്ന് തണുപ്പിച്ചു. അവരുടെ 2 പേരുടെയും മനസ്സപ്പോൾ മറ്റെന്തിനോ കൊതിക്കുകയായിരുന്നു.